മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ മൻമോഹൻ സിംഗിന് വിട ചൊല്ലി രാജ്യം. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് മൻമോഹൻ സിംഗിനെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചത്. രാത്രി 9:51 അന്ത്യം. AICC ആസ്ഥാനത്ത് ഇന്ന് പൊതുദർശനം. ശനിയാഴ്ച ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ അനുശോചിച്ച് രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം ഏർപ്പെടുത്തി. അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, രാജ്യം കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാൾ, മികച്ച സാമ്പത്തിക വിദഗ്ധൻ മൻമോഹൻ സിംഗിന്റെ സംസ്കാരം എപ്പോഴാണ്? എങ്ങനെയാണ് പൊതുദർശന നടപടികൾ? പൊതുദർശനത്തെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. ഇന്ന് രാവിലെ 11 മണിക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരും. ആ മന്ത്രിസഭാ യോഗത്തിലാണ് എപ്പോൾ സംസ്കാരം, എവിടെ പൊതുദർശനം തുടങ്ങിയിട്ടുള്ള മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച വിശദമായിട്ടുള്ള ഒരു ആലോചനയും അതിനുശേഷം ഒരു പ്രഖ്യാപനവും അറിയിപ്പും ഉണ്ടാവുകയുള്ളൂ. എന്തായാലും നമുക്ക് മുന്നിൽ ഇപ്പോഴുള്ളൊരു വിവരം, ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ 2:30 മണിയോടുകൂടി രാഹുൽ ഗാന്ധിക്കൊപ്പം KC വേണുഗോപാലും ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു മൻമോഹൻ സിംഗിൻ്റെ വീട്ടിൽ. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച KC വേണുഗോപാൽ പറഞ്ഞ കാര്യം, AICCയിൽ പൊതുദർശനം ഉണ്ടാകും, നാളെയാണ് സംസ്കാരം എന്നുള്ളതാണ്. ഇന്ന് ഒരു പക്ഷേ ഇവിടെ തന്നെയായിരിക്കും, അതായത് മൻമോഹൻ സിംഗിൻ്റെ വീട്ടിൽ തന്നെയായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇവിടേക്ക് എത്തി അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കണ്ട് തിരിച്ചു പോകുന്ന നിലയിലായിരിക്കും കാര്യങ്ങൾ ക്രമീകരിക്കുക. നാളെ ആയിരിക്കും AICC ആസ്ഥാനത്ത് പൊതുദർശനവും അതിനുശേഷം സംസ്കാരം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. എന്തായാലും ഇന്ന് പൊതുദർശനം ഇവിടെ തന്നെയാണ് എന്ന കാര്യത്തിൽ ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. നമുക്ക് കാണാം, അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ ആളുകൾക്ക് നടന്നു പോകാൻ വേണ്ടി ഡൽഹി പോലീസ് ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പോലീസിൻ്റെ ബാരിക്കേഡുകൾക്ക് പുറമെ ചെറിയ നിലയിലുള്ള അകത്തേക്ക് കയറാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതാ ഇവിടേക്ക് വരുമ്പോൾ വീട്ടിലേക്ക് കയറാനും ഒക്കെ വേണ്ടി പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഡൽഹി പോലീസ് അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. ഇന്ന് മുഴുവൻ സമയവും ഇവിടെ ജൻപത്തിലുള്ള 3-ാം നമ്പർ വസതിയിൽ പൊതുദർശനം, അതിനുശേഷം നാളെ AICCയിൽ പൊതുദർശനം, അത് കഴിഞ്ഞ് സംസ്കാരം എന്നുള്ള നിലയിലായിരിക്കും കാര്യങ്ങൾ ക്രമീകരിക്കുക. ഔദ്യോഗികമായ അറിയിപ്പ് വരാത്തത് കൊണ്ടാണ് ആയിരിക്കും എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള വിവരം അനുസരിച്ച് ഇന്ന് രാവിലെ മുതൽ നേതാക്കൾക്കും പ്രവർത്തകർക്കുമെല്ലാം ഇവിടെ ജൻപത്തിലെ 3-ാം നമ്പർ വസതിയിലെത്തി അവസാനമായി മൻമോഹൻ സിംഗിനെ ഒരു നോക്ക് കാണാൻ കഴിയും. അതിനുശേഷം നാളെയായിരിക്കും രാജ്യത്താകമാനമുള്ള പ്രവർത്തകർക്ക് അദ്ദേഹത്തെ കാണാനുള്ള അവസരം AICC ആസ്ഥാനത്ത് ലഭിക്കുക. ഇവിടെ നിന്ന് ഏതാണ്ടൊരു 400 മീറ്റർ മാത്രമേ AICC ആസ്ഥാനത്തേക്കുള്ളത്. ഈ റോഡ്, നമ്മളിപ്പോൾ നിൽക്കുന്ന റോഡ് ഇറങ്ങി തൊട്ടപ്പുറത്ത് ഈ ജംഗ്ഷൻ ചുറ്റി ഒരു 300 മീറ്റർ നടന്നു കഴിഞ്ഞാൽ തന്നെ AICC ആസ്ഥാനത്തെത്തും. തൊട്ടടുത്ത് തന്നെയാണ്. എന്തായാലും ഈ സംസ്കാര ചടങ്ങുകൾ നാളെ വൈകിട്ടോടുകൂടി ആവും നടക്കുക എന്ന് KC വേണുഗോപാൽ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് 11 മണിയുടെ മന്ത്രിസഭാ യോഗം പൂർത്തിയാകുന്നതോടുകൂടി ഔദ്യോഗികമായ ഒരു അറിയിപ്പും അക്കാര്യത്തിൽ വരും. എന്തായാലും വലിയ സ്വാധീനം ജനങ്ങൾക്കിടയിൽ ചെലുത്തിയ, ജനങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയ നേതാവാണ് വിട ചൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യം വലിയ ഒരു വിടവാങ്ങൽ ചടങ്ങിന് വേണ്ടിയാണ് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് രാജ്യ തലസ്ഥാനത്ത്. ശരി അനൂപ്, ഇന്ന് വീട്ടിൽ പൊതുദർശനം, നാളെയാണ് സംസ്കാരം എന്നാണ് വിവരം. അനൂപ് ദാസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അനൂപ്, നമുക്കറിയാം ജനാധിപത്യത്തിന് ഇത്രയേറെ, ജനാധിപത്യ മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകി മികച്ച ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിരുന്നു മൻമോഹൻ സിംഗ്. അത്തരത്തിൽ കൂടി മൻമോഹൻ സിംഗിനെ പറ്റി പറയാതിരിക്കാനാകില്ല. മൻമോഹൻ സിംഗ് പഞ്ചാബിലെ പഠനം പൂർത്തിയാക്കി പുറത്ത് പോയി പഠിച്ചു, കേംബ്രിഡ്ജിലെല്ലാം പഠിച്ച് തിരിച്ചു വന്ന് പ്രൊഫസറായി ജോലി ആരംഭിച്ച് അതിനുശേഷം കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകളിൽ, പ്രത്യേകിച്ച് ആസൂത്രണ കമ്മീഷനെല്ലാം പ്രവർത്തിക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് റിസർവ് ബാങ്കിൻ്റെ ഗവർണറായി, അത് കഴിഞ്ഞ് പ്രധാനമന്ത്രിയോട് അന്ന് 1990കളുടെ തുടക്കത്തിൽ കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധിയെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് നരസിംഹ റാവു
വീണ്ടും കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയപ്പോൾ മന്ത്രിസഭയിൽ അംഗമാകാൻ വേണ്ടി ക്ഷണിച്ചത്. അതൊരു അപ്രതീക്ഷിതമായ ക്ഷണമായിരുന്നു. അദ്ദേഹം ധനമന്ത്രിയായ ഘട്ടത്തിലാണ് രാജ്യത്തിൻ്റെ അതുവരെയുള്ള നയനിലപാടുകളിൽ നിന്ന് വലിയൊരു വ്യത്യാസം സംഭവിക്കുന്നത്. അതായത് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കൂടി സഞ്ചരിച്ചിരുന്ന നെഹ്റുവിൻ്റെ കാലം തൊട്ടിങ്ങോട്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കൂടി സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ഭരണനയവും ഒപ്പം തന്നെ സാമ്പത്തിക നയവുമായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്ന് സമ്പൂർണ്ണമായൊരു മാറ്റം നമ്മുടെ വിപണി ആഗോളതലത്തിലേക്ക് തുറന്നിട്ടുകൊണ്ട് ഉദാരവൽക്കരണ നയങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വാഗതം മുതൽ അതിനു വേണ്ടിയുള്ള ഉദാരവൽക്കരണത്തിന് വേണ്ടി നമ്മുടെ വിപണിയെ തുറന്നിട്ട ധനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. അങ്ങനെ തുറന്നിട്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ വലിയ വിമർശനമുണ്ടായി. സോഷ്യലിസ്റ്റ് ആശയങ്ങളെ സമ്പൂർണ്ണമായി കൈവെടിഞ്ഞുകൊണ്ട് ഉദാരവൽക്കരണ നയങ്ങൾക്ക് വേണ്ടി രാജ്യത്തിൻ്റെ വിപണിയെ തുറന്നിട്ടത്. എന്തായാലും അങ്ങനെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടി രാജ്യത്തിൻ്റെ ധനസ്ഥിതിയെ പിടിച്ചു നിർത്താൻ അത് ഉപകരിച്ചു എന്നാണ് പിന്നീട് ആളുകൾ വിലയിരുത്തിയത്. എന്തായാലും മൻമോഹൻ സിംഗിൻ്റെ ഇടപെടലുകളുടെ ഒരു തുടക്കം മാത്രമായിരുന്നു അത്. 1991 മുതൽ ഇങ്ങോട്ടുള്ള 5 വർഷക്കാലം ധനമന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞ് രാഷ്ട്രീയ പ്രതിസന്ധിയുടെ കാലമുണ്ടായിരുന്നു. BJP അധികാരത്തിലേക്ക് വരുന്നു, BJP സഖ്യ സർക്കാരുകൾ വരുന്നു, വീണ്ടും BJP തന്നെ വരുന്നു. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായി. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോയപ്പോൾ 2004 തിരഞ്ഞെടുപ്പ് പൊതു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന വലിയ ആവശ്യം ഒരു ഭാഗത്ത്, എന്നാൽ സോണിയ വിദേശ വനിതയാണ്, അങ്ങനെ പ്രധാനമന്ത്രിയാകാൻ അനുവദിക്കില്ല എന്ന വലിയ പ്രതിഷേധം BJPയുടെ ഭാഗത്ത് നിന്ന്, സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്ത് നിന്ന്. ആ ഘട്ടത്തിലാണ് സോണിയാഗാന്ധി തന്നെ പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ അതിനുശേഷം 10 വർഷക്കാലം എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായി സംഭവിച്ചത് ഒന്ന് തൊഴിലുറപ്പ് പദ്ധതിയാണ്. തൊഴിലുറപ്പ് പദ്ധതി അവതരിപ്പിക്കുമ്പോൾ അതൊരു പൊതു മിനിമം പരിപാടിയുടെ ഭാഗമായി, അതായത് ഒന്നാം UPA സർക്കാരിൽ പിന്തുണ നൽകിയിരുന്ന ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ ആശയങ്ങളുടെ ആവശ്യമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി. ആ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ പുരോഗതി വരുത്തിയ പദ്ധതിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും തർക്കവും രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഇല്ല എന്നുള്ളതാണ് ആ ഒരു പദ്ധതി. രണ്ടാമത്തത് വിപ്ലവം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന വിവരാവകാശ പദ്ധതി, അതായത് വിവരാവകാശ നിയമം നടപ്പിലാക്കുകയാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന പദ്ധതികൾ അല്ലെങ്കിൽ ചിലവാക്കിയ പണം തുടങ്ങിയിട്ടുള്ള സകല കാര്യങ്ങൾക്കും അത് പൊതുജനങ്ങൾക്കും അറിയാൻ അവകാശമുണ്ട്. ആ അവകാശം നിറവേറ്റപ്പെടേണ്ടതാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കപ്പെടുന്നു. ഒപ്പം തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന നിയമം നടപ്പിലാക്കിയ രാജ്യമായി നമ്മൾ അഭിമാനത്തോടെ മാറിയത് മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ്. ഭക്ഷണത്തിനുള്ള അവകാശം, എല്ലാ മനുഷ്യർക്കും ഭക്ഷണത്തിനുള്ള അവകാശമുണ്ട്. അതായത് തൊഴിലെടുക്കാനുള്ള അവകാശം, എല്ലാ മനുഷ്യർക്കും തൊഴിൽ വേണം. ഒരു വർഷത്തിൽ 100 ദിവസമെങ്കിലും തൊഴിലുറപ്പ് പദ്ധതി, ജീവിക്കാനുള്ള അവകാശം, അത് ഭക്ഷണത്തിനുള്ള അവകാശം, അതിനുള്ള പദ്ധതി, വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം, അതിനുള്ള പദ്ധതി, ഒപ്പം തന്നെ അറിയാനുള്ള അവകാശം, അതിന് വിവരാവകാശ നിയമം. ഇത്രയും ഗംഭീരമായ 4 പദ്ധതികൾ, നിയമങ്ങൾ നടപ്പിലാക്കിയാണ് 10 വർഷത്തിന് ശേഷം മൻമോഹൻ സിംഗ് പടിയിറങ്ങിയത് എന്നതാണ് ഏറ്റവും ഗംഭീരമായ കാര്യം. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അഴിമതി കഥകൾ നിറഞ്ഞു നിന്ന കാലമായിരുന്നു 2ാം UPA സർക്കാരിൻ്റെത്. 1,80,000 കോടി രൂപയുടെ രാജ്യം കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാൾ തന്നെയാണ് മൻമോഹൻ സിംഗ്.